നിന്നെ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാ പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നും ആഹായി പാലിക്കുമോ. കൂടാരമായ ഞങ്ങളുടെ പങ്കുപോലെ മഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. ബലഹീനനും പാപിയും തന്റെ ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം ഉത്തരമായി ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ ജീവനുള്ള റൂഹ പരിശുദ്ധനാകുന്നു. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിനും നിന്റെ പരിശുദ്ധ മർബഹായുടെ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസന്മാർക്ക് നിന്റെ ദൈവീകമായ കൃപയുടെ ആവാസം നൽകുവാൻ താൻ കൈ കൊണ്ടുവലൻ കയ്യാലെ ജീവനതായി പങ്കിട്ടെല്ലാം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ മൃഗത്തിന്റെ നിത്യമായ മൃഗത്തിനും വേണ്ടി പരിപാലിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസന്മാർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വിലയേറിയതായ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന ഇന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായി വലുതകരം നീട്ടി വാഴ്ത്തേണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായിരിക്കുന്ന യേശുമശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇത് സംബന്ധിച്ചിട്ടുള്ളവരിലും സംബന്ധിപ്പാനിരിക്കുന്ന എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണമോ കൃപ ചെയ്യണമേ.
അർപ്പിതമായി തുടരും നിന്നുടെ ബലിയാൽ ശാശ്വതമാകും സൗഭാഗ്യത്തിൽ മോദിക്കേണമേ. സഹോദരങ്ങളെ, കർത്താവിന്റെ പാവപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ കൃത്യത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടു കൂടി പോകുകയും ദൂരസ്ഥന്മാരും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവനുള്ളവരും കർത്താവിന്റെ വിജയശ്രീമായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദിസ ക്രൂശുമായാൽ മുദ്രബന്ധപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കും, തെറ്റുകൾ പൊറുക്കും, വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനരും പാമ്യമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യും. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ ജീവൻ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്ന് അവരവരോട് എഴുന്നേറ്റ് ചെയ്തിടുന്നു. പാലിക്കുമോ ശരീരം ഭക്ഷിക്കും പാതാളത്തിൽ പോകാനായിടാനും അവൻ ജീവിപ്പാനും മരിച്ചതു ഞാൻ എന്നും കാത്താനും മഹത്വം അനുഗ്രഹങ്ങൾ അറിഞ്ഞിരിക്കുന്നവനെ ഉയർപ്പ് ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ ബുദ്ധനാക്കി അനുകൂലമാക്കണമേ. ജീവനുള്ളവർക്ക് പൂർവ്വാണിയുടെ നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ രക്ഷാകരമായ ശ്രീവായുടെ അടയാളത്താൽ മുദ്രകുത്തപ്പെടുന്ന ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ട് വിശദീകരിക്കപ്പെട്ട വാർത്തിരിക്കപ്പെട്ടിരിക്കുന്നു. മധ്യസ്ഥതയാൻ വീട്ടിനും വീട്ടാർക്കും വീട്ടിനും വീട്ടാർക്കും ശുദ്ധന്മാരും നാട്ടിക്കും മധ്യസ്ഥതയായി വീട്ടിനും വീട്ടാർക്കും ായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹാന്റെ നാമത്തിൽ ജീവിപ്പിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ശ്ലീബയുടെ അടയാളത്താൽ മുദ്രകുത്തപ്പെടുന്ന ഈ ഭവനം എന്നേക്കും വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.